അതേന്നെ ഞാൻ കണ്ടതാ. അന്നാ സേവിയറോ? ആ നമ്മുടെ കൊക്ക്. പിന്നെന്താ ഫിറോസിനെ പൊക്കാൻ? തോറ്റു കിടന്നാൾ പെട്ടെന്ന് അങ്ങ് ജയിച്ചപ്പോ ഡൗട്ട് അടിച്ചു കാണും. അവൾ ആള് കൊള്ളാലോ, പാവത്തെ പോലെ ഇരുന്നിട്ട് ഇങ്ങനെയായിരിക്കും എല്ലാ പ്രാവശ്യം ഫസ്റ്റ് റാങ്ക് അടിക്കും. ഒരു തീരുമാനമെടുക്കാതെ ഞാൻ താഴേക്ക് വരില്ല. ഒരു തീരുമാനമെടുത്തില്ല ഞാൻ താഴേക്ക് ചാടുകയുള്ളൂ. ഞാൻ ഇവിടെ കിടന്നിരിക്കും. എല്ലാത്തിനും നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ആദ്യം താഴെ ഇറങ്ങ്. അവിടെ ആദ്യം എഴുതി ഒപ്പിട്ട് കാണിക്കും. എന്നെ കൊണ്ട് റീടെസ്റ്റ് എഴുതിക്കില്ലെന്ന് എഴുതി ഒപ്പിട്ട് കാണിക്കും. ഇല്ല, ഞാൻ ഇറങ്ങില്ല. അതില്ലാതെ എന്നെ ഇറക്കാൻ നോക്കിയാൽ ചുവറായിട്ട് ചാടും. ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. എന്റെ ലൈഫിൽ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല. പഠിച്ചു കിട്ടിയ മാർക്കാ. അതെനിക്ക് വേണം, അതെനിക്ക് തരണം. ഫാദർ, പ്രോബ്ലം നമ്മൾ കരുതുന്നതിനേക്കാൾ സീരിയസ് ആണ്. വല്ലാത്തൊരു ഹിസ്റ്റീരിയലാണ് പയ്യൻ. എന്തെങ്കിലും ഉടനെ ചെയ്യണം. കുട്ടികളാണെങ്കിലും ആകെ പേടിച്ചിരിക്കുക. എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവരടങ്ങുന്നില്ല. ഫാദർ അവിടെ വരെ ഒന്ന് വരണം. അവരോടൊന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു മൂഡിൽ അവൻ ചിലപ്പോ... ഫാദർ, the situation is getting really bad. I can see that. I can see that. Look, Firoz, ആരും തന്നെ ഹറാസ് ചെയ്യില്ല. നമുക്ക് കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഡിസ്കസ് ചെയ്യാം. Attention everybody. സമയം 11:20. 11:25 ക്ലാസ്സിൽ കയറാത്ത ഒരു വിദ്യാർത്ഥിക്കും അടുത്ത 10 ദിവസത്തേക്ക് സ്കൂളിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. 4ാമത്തെ പീരീഡ് ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന അധ്യാപകരെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. How can he be so cruel, yeah? ഞാൻ ഡ്രാക്കുളയുടെ അടുത്ത് ചെന്ന് നടന്ന കാര്യം പറയാൻ പോവാ. നീ ക്ലാസ് പെർഫെക്റ്റ് അല്ലേ? നീ എന്റെ കൂടെ നിന്ന് അതൊരു എക്സ്ട്രാ ബലമാ. കൂടെ നിൽക്കാന്ന് വെച്ചാ ഞാൻ പറയുന്നത് സത്യമാണെന്ന് അങ്ങേരോടൊന്ന് പറഞ്ഞാൽ മതി. അതിന് ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടത് നീ കണ്ടതുപോലെ തന്നെയല്ലേ? പക്ഷെ കണ്ടോന്ന് അങ്ങേര് ചോദിച്ചാലോ? കണ്ടോന്ന് പറയണം. നുണയോ? ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ രക്ഷപ്പെടുത്താൻ ഒരു ചെറിയ നുണയൊക്കെ പറയാം. അവന്റെ ഫ്യൂച്ചർ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ലുക്ക് സേറ, അന്നെ എന്റെ ഫ്രണ്ടാ. പുള്ളിയാണ് എനിക്ക് ശരിക്കും അറിയാൻ പോലും വയ്യ. അറിയാൻ വയ്യാത്ത ഒരാൾക്ക് വേണ്ടി ഒരു ഫ്രണ്ടിനെ കുഴപ്പത്തിൽ ചടിക്കാൻ എനിക്ക് പറ്റില്ല. അതേടാ, അതും ഒരു ആൺകുട്ടിക്ക് വേണ്ടിയാന്ന് പറയുമ്പോ കുട്ടികളും ടീച്ചേഴ്സും വേറെ പലതും ചിന്തിക്കും. അന്നേക്കാൾ വലിയ ഫ്രണ്ടല്ലേ ഞാൻ. ഞാനാ പറയുന്ന കൂടെ നിൽക്കാൻ. കണ്ടിട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ വന്നേനെ. പക്ഷെ ഇതെനിക്ക് പറ്റില്ല. ഷുവറാ? സെറ, നീ ഇതിൽ കയറി ഇൻവോൾവ് ആവരുത്. ലാസ്റ്റ് തല ഉയരാൻ പറ്റാതെ വരും. അത് ഞാൻ തീരുമാനിച്ചോളാം. നീ എന്റെ കൂടെ വരുമല്ലയോ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സേറ, അവളിതേ പിണങ്ങിയാ. പ്രെയർ ഹാൾ റെനോവേഷന് മിസ്റ്റർ കുമാർ ഡൊണേറ്റ് ചെയ്ത ചെക്കിനെ പറ്റി എന്തോ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ജസ്റ്റ് കോൾ ആൻഡ് സീ വാട്ട് ഇറ്റ് ഈസ്. ഓക്കേ സർ. ഫാദർ. യെസ്. ഫാദർ, ഫിറോസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹി ഈസ് ഇന്നസെന്റ്. അത് കുട്ടിക്ക് എങ്ങനെ അറിയാം? ഞാൻ കണ്ടതാ. ആ കടലാസ് വേറെ ആളുടെയാ. ഞാൻ കണ്ടതാ. ആരുടെ? Come on, tell us. അന്നയുടെ. You mean അന്ന സേവിയ? കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് നേടിയ കുട്ടി. യെസ് ഫാദർ. ഈ വർഷം 2 ടേമിലും ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി. യെസ് ഫാദർ. ഈ കുട്ടിക്ക് എത്രയാണ് റാങ്ക്? ഷീസ് തേർഡ് റാങ്ക്. ഫാദർ, ഇൻ ദാറ്റ് കേസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയ ഒരു അന്വേഷണം ഈ കുട്ടി കണ്ടു എന്ന് പറയുന്ന സ്ഥിതിക്ക്. മിസ് സൂസൻ, മുമ്പിലുള്ളയാൾ വീണാൽ പിറകിലുള്ളയാൾ മുമ്പിലെത്തും. ഫസ്റ്റ് റാങ്ക് ആയി പിന്നിപ്പോയാൽ 3rd റാങ്ക് 2nd റാങ്ക് ആകും. സിമ്പിൾ ബേസിക് സൈക്കോളജി. ബട്ട് ഫാദർ, ഷീ ഈസ്... രാവിലെ നിങ്ങളും കണ്ടതല്ലേ ബോർഡിലെ ഡയഗ്രാം? അത്ര ഇൻസൾട്ട് ചെയ്ത് വരയ്ക്കാൻ പറഞ്ഞാൽ ആർക്കാണെങ്കിലും പറ്റില്ല. That's enough.
അവൻ താഴെ ഇറങ്ങി വരികയാണെങ്കിൽ കൊടുക്കാനുള്ള ഡിസ്മിസൽ ലെറ്റർ തയ്യാറാക്കി വെക്കണം. നൗ. യെസ് ഫാദർ. സേറ എലിസബത്തിന്റെ പേരൻസ് ആരെങ്കിലും എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് നൽകണം. അതിനുശേഷമേ മകളെ ക്ലാസ്സിൽ കയറ്റൂ എന്നും പറയണം. യു മേ ഗോ. You will be coming to the party tonight? Go, yeah. ഗുഡ് ആഫ്റ്റർനൂൺ മമ്മി. ഗുഡ് ആഫ്റ്റർനൂൺ. ആക്കിയിരിക്കുന്നത് പഠിക്കാനാ. അതിനപ്പുറമുള്ള കാര്യങ്ങൾ നോക്കാൻ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഉണ്ട്. നീ ഇടപെടണ്ട. ഇങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ കൂടി പറ്റിയ TC എഴുതി കൈ തരുമെന്നാ ഫാദർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാ തന്നെത്താൻ അങ്ങ് കണ്ടുപിടിച്ചോണം പുതിയ സ്കൂള്. എന്നെ കിട്ടില്ല ഒന്നിനും. ഒരു 100 എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടാ ബോംബെയിൽ നിന്ന് ഇവിടം വരെ വന്നത്. പേഷ്യൻസിനോട് പറയാൻ പറ്റില്ലല്ലോ മോള് കുസൃതി കാണിച്ചതിന് പരിഹാരം കാണാൻ പോവാന്നാ. എനിക്ക് പകരം ഇന്ന് നിന്റെ പപ്പയാ വന്നിരുന്നെങ്കിൽ എന്തായേനെ? എന്താവാൻ? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞേനെ. ആമയില് പുള്ളി സബോർഡിനേറ്റ്സിനെ വിളിക്കുന്ന കുറെ സ്ട്രോങ് ചീത്തയും വിളിച്ചേനെ. അതിൽ കൂടുതൽ എന്താവാൻ? നിനക്ക് പൈസ വലുത് വേണോ? സമ്മർ വെക്കേഷൻ ഞാൻ വരും നിന്നെ കൊണ്ടുപോവാൻ. അയാളും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. തീരുമാനിക്കേണ്ടത് നീയാ. വേണ്ട, നിങ്ങൾ രണ്ടുപേരോട് അങ്ങ് തീരുമാനിച്ചാൽ മതി. അതിന് ബുദ്ധിമുട്ടാണ്. രണ്ടുപേരോട് ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്ത് നോക്ക്. ഹെഡ്സ് ആണെങ്കിൽ പപ്പയുടെ കൂടെ, ടെയിൽസ് ആണെങ്കിൽ മമ്മിയുടെ കൂടെ. അപ്പൊ പിന്നെ വഴക്ക് വേണ്ടല്ലോ. ടേക്ക് കെയർ. കഴിഞ്ഞു പോണ്ടേ? എവിടെ? പൂജയുടെ വീട്ടില്. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഞാനില്ല. അവിടെ അമ്മ നമ്മളെ പ്രതീക്ഷിക്കില്ലേടാ. നമുക്കായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നീ വേണേ പോയിക്കോ, ഞാനില്ല. അല്ല അത് എടാ അവളതെ അവിടെ വീനസിന്റെ ചോട്ടി നിനക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓ, എന്ന് വെച്ചാ വേണമെന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നോണെന്ന്. ഇപ്പൊ നിന്റെ കൂടെ അവൾക്ക് വരായിരുന്നല്ലോ എന്നെ വിളിക്കാൻ. എന്താ വരാഞ്ഞേ? അങ്ങനെ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലാൻ എന്നെ കിട്ടില്ല. നീ പോ പ്ലീസ് ഡാ. സേറ പറഞ്ഞതാ. സേറ കഴിഞ്ഞ ആഴ്ച അമ്മ കൊടുത്തുവിട്ട ആ സാൻഡ്വിച്ചും ചിക്കനും ഉണ്ടല്ലോ. ഹോ എന്റെ അമ്മേ, സ്വർഗത്തിൽ ചെന്ന പോലെ തോന്നിയത്. അടുത്ത ആഴ്ച പക്ഷെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്കിളിന്റെ ഡെത്ത് ആനിവേഴ്സറിയാ. കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. പാവം അങ്കിള്. ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന എന്തൊക്കെ കഴിക്കായിരുന്നു. എന്നാലും സേറില്ലാത്തത് കഷ്ടമായി പോയല്ലോ. ഇതവളുടെ ഫേവറേറ്റാ. അല്ലേലും അമ്മയ്ക്ക് എപ്പോഴും അവളുടെ ഫേവറേറ്റ് അല്ലേ നോട്ടുള്ളൂ. ഞങ്ങൾക്കും ഉണ്ട് ഫേവറേറ്റ്സ്. അസൈൻമെന്റ് എഴുതി തീർത്തിട്ട് അവളിങ്ങി വരുമോ അതോ? അത് അറിയില്ല. സസ്പെൻഡ് ആയിരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇന്നും നാളെ മുഴുവൻ ഇരുന്നാലേ തീർക്കാൻ പറ്റൂ അല്ലേ? എന്താ മൊത്തത്തിലൊരു ചുറ്റിക്കളി? ഒരാളാണെ വന്നപ്പോൾ മുതൽ കടന്നൽ കുത്തിയ പോലെ ഒരു നിപ്പാണല്ലോ. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ആ എത്തിയല്ലോ. എന്താ വല്ലാതെ? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഞാൻ കുറച്ചു നേരം ഒന്ന് പോയി കിടക്കട്ടെ അമ്മേ. അവൾക്കും തലവേദന വന്നപ്പോ എന്റെ കുറ്റാണോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊന്ന് കുളിച്ചിട്ട് വരാമേ. പാടാ.